ദേ മക്കളെ താത്ത വന്നു 150 രൂപ ടോപ്പ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനു മമ്മൂസ്. താത്ത വന്നു, നിങ്ങളുടെ മോള് വന്നു, നിങ്ങളുടെ അനിയത്തി വന്നു, നിങ്ങളുടെ കൂട്ടുകാരി വന്നു, പിന്നെ ആരാ, പിന്നെ ഇപ്പൊ കട്ടച്ചങ്കി മരുമോളി. ഓ മരുമോള്, ഇപ്പൊ കല്യാണം കഴിക്കാൻ മരുമോള് ചിന്ത തന്നെ ഉള്ളൂ. എന്നാ മരുമോള്, എന്നെ മരുമോളായിട്ട് ഒരാളും കാണില്ല. മരുമകളാ എന്നെ കിട്ടിക്കണ അമ്മായും എന്നെ മോളായിട്ടേ കാണുള്ളൂ. അതാണ് ഞാന്. പിന്നെ വന്നത് ചിരിക്കണത്. പിന്നെ എല്ലാവർക്കും സുഖാണോ? പിന്നെന്താ, ഈ അപ്പം മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കുമ്പോ പിന്നെ കയറിപ്പോയി. അപ്പാണോ നല്ലത് പിന്നാണോ നല്ലത്? ഇത് രണ്ടും ഇല്ലാത്ത ഞാനില്ല. പിന്നെ അതുപോലെ ആരോ കമന്റ് ഇട്ടു, സംസാരം കുറച്ചുകൂടേന്ന്. ഞാൻ സംസാരിക്കാനാണ് നിങ്ങളുടെ അടുത്തൊക്കെ വരുന്നത്. എനിക്ക് ഇങ്ങനെ സംസാരിക്കണം. കച്ചവടം ചെയ്യാനാണെങ്കിൽ എത്ര ആൾക്കാർ എന്നോട് പറയണേ, താത്ത നെയ്റ്റിന്റെ ഓപ്പൺ വീഡിയോ ഇട്, താത്ത നെയ്റ്റിന്റെ ഓപ്പൺ വീഡിയോ ഇടുന്ന് എത്ര ആൾക്കാർ എന്നോട് പറയുന്നത്. അപ്പൊ എന്താ, ഈ പാർസലൊക്കെ ആക്കിയ സാധനങ്ങൾ ഓപ്പൺ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റീച്ച് കിട്ടാനാണ്, അല്ലെ വീഡിയോ നീട്ടിക്കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് നെയ്റ്റിന്റെ വീഡിയോ മാത്രം ചെയ്താൽ മതി. ഞാൻ നെയ്റ്റിന്റെ ഫോട്ടോ ഇട്ടിട്ട് ഗ്രൂപ്പിൽ ഓൺലൈൻ ചെയ്യുന്ന മാതിരി ചെയ്യുന്ന, ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെടുക്കുന്നത്, ബാക്കിയുള്ളത് കാണിച്ചെടുക്കുന്നത്, ബാക്കി എല്ലാ സമയത്തും ഇങ്ങോട്ട് കുരു പറയാൻ വേണ്ടി വരികയാണ്. പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം? ബേക്കറിയോട് എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ചില ആൾക്കാർ ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് ഇരുമ്പാമ്പൊടി ഉണ്ടായിമ്മ മൊത്തട്ടോ. നമ്മളെ ഈ ഫോൺ ആയതുകൊണ്ട് നിങ്ങളൊന്നും കാണുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോ മീൻ കൂട്ടാൻ വെക്കാനോ 4 കിട്ടിയെങ്കിലും ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും മീൻ കൂട്ടാൻ വെക്കാനല്ലേ. കുറേ ഇരുമ്പാമ്പൊടി കണ്ട്. എന്നാ നമുക്ക് തുടങ്ങാം. 150 രൂപ ടോപ്പ്. അപ്പത്തെ സംസാരം കുറക്കാം, സ്പീഡിൽ കാണിച്ചു തരാം. സംസാരിച്ചോണ്ടേ എനിക്ക് പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി ഗൈസ്. ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ റീച്ച് കിട്ടാനാണെന്നുണ്ട് എനിക്ക് ഇത് മാത്രം നിർത്തി കാണിച്ചെന്ന് പോകാൻ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ മാക്സിൻ്റെ ഓപ്പൺ വീഡിയോ കിട്ടുന്നില്ല, ഓപ്പൺ ഫോട്ടോ കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെന്നുണ്ട് എനിക്ക് എന്നാ അയക്കുന്നതിന് മുമ്പ് ഓരോന്ന് കാണിച്ചു തന്നൂടെ. അപ്പോൾ അതുകൊണ്ടൊന്നല്ല, ഇങ്ങോട്ട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടും പിന്നെ ഞാൻ എൻ്റെ സംസാര രീതി ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ തന്നെ ആയി പോകുന്നതാണ് കേട്ടോ. പിന്നെ നീളം വെക്കുന്നുണ്ടല്ലേ, എന്നാൽ കാണല്ലേ. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ഉണ്ടെന്നല്ല, ഇഷ്ടംപോലെ സ്റ്റോക്കുള്ളൊരു ഐറ്റം ഞാൻ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനന്ന് ജസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ മോഡല് നേവി ബ്ലൂ കേട്ടോ, 150 രൂപ ടോപ്പിൽ നേവി ബ്ലൂ ആണ്. ഇത് വന്നിട്ട് 21+, 22 കഷ്ടി 21+ എന്ന് പറയുക, 22 എന്നാണ് പറയുന്നത് അവർ. എന്നാലും ഞാൻ നോക്കുമ്പോൾ 21+ XXL എന്നുണ്ട്. അതും 40 ലെങ്ത്. 40 നമ്മൾ അളന്നത് ഇപ്പോൾ 40 നീളം, 40 ലെങ്ത് നീളം, 3/4 കൈ. ഫോണ് പിടിച്ചത് ഒന്നും കൂടി റെഡി ആവാണ്ട്. കുഴപ്പമില്ല, അവിടെയൊക്കെ കണ്ടോട്ടെ, പ്രശ്നമില്ല. ഓർക്ക് പറയാലോ, ഇവിടെയൊക്കെ ഞാൻ ഫുൾ പാർസലാക്കുകയാണ് കുറേ അവിടെ. അപ്പം മോള് പറയാ കാണിക്കണ്ടെന്ന്. ഞാൻ പറയാം അവിടെ കണ്ടപ്പോൾ എന്താ, വേറെ ഒന്നുമല്ല, കുറേ സാധനങ്ങൾ വിളിച്ചിട്ട് മടക്കുന്ന പാർസൽ കഴിഞ്ഞിട്ട് ഒരു ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് പേർക്കും കൂടി എനിക്ക് അയക്കാനുള്ളൂ. പിന്നെ അപ്പം കണ്ടല്ലോ, 22 ചെസ്റ്റ്, അതുപോലെ തന്നെ 40 ലെങ്ത്ത് വരുന്നുണ്ട്. 3/4 കൈയാണ്. നേവി ബ്ലൂ 150 രൂപ. ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. നല്ല സാധനമാണ് ഇത്. റയോൺ കോട്ടണിലാണ് വരുന്നത്. നമ്മൾ അലക്കി കഴിഞ്ഞ നല്ല കോട്ടൺ ആവും കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് പൊട്ടിച്ചില്ല നമ്മളെ. ഇതന്ന് നിങ്ങൾക്ക് ഞാൻ പാർസൽ വന്നു എന്ന് അത് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ മെറൂൺ കളർ കാണിച്ചിട്ടോ. ഇനി വന്നിട്ടുള്ളത് മെറൂണിലാണ്. ആരോ ഒരാൾ കമന്റ് ഇട്ടിക്കണ്, താത്ത വന്നു പഴയ സാധനങ്ങളൊക്കെ ആയിട്ടാണ്. ഇതൊക്കെ പഴയ സാധനങ്ങളൊന്നും അല്ല. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് 150 രൂപക്ക് തരാൻ വേണ്ടി ആക്കി തന്നെയാണ്. നല്ല കട്ട മെറൂണാണ് കേട്ടോ വരുന്നത്. ഇതും അതായത് 21+ ചെസ്റ്റ്, 40 ലെങ്ത്ത് വരുന്നുണ്ട് നമ്മ. അപ്പം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളറിലാണ്. നല്ലൊരു, ഇത് മെറൂണും അല്ല, ഡാർക്ക് മെറൂൺ അല്ലേ, ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ. അങ്ങ് കണ്ടോ, ഇത് വന്നിട്ട് നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത്. XXL സൈസ്. XXL എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ 22 അങ്ങോട്ട് തികച്ചില്ല, എന്നാലോ 21 മേലേക്ക് ഉണ്ട്. ഇതാനും 40 ലെങ്ത് ഉണ്ട്, 40+ ലെങ്ത് ഉണ്ട്. 3/4 സ്ലീവാണ്, സൈഡ് ഓപ്പൺ ആണ്. ഇതൊക്കെ അലക്കി കഴിഞ്ഞാൽ കോട്ടൺ ആവുന്ന ഒരു സ്റ്റെഫ് തന്നെയാണ് കേട്ടോ. ഇനി വന്നിട്ട് 150 രൂപ ടോപ്പിൽ എടുത്ത കളർ വന്നിട്ട് ഗ്രീൻ ആണ്. സെയിം ഗ്രീൻ ആണ് കേട്ടോ. വീഡിയോയിൽ എന്താ പറിച്ചിട്ടിരിക്കുന്നത്, പിസ്ത അല്ലത്, പിസ്ത ഒന്നും കൂടി തന്നെയാണോ? ഏതായാലും വീഡിയോ കാണുന്ന കളർ നല്ല ടോപ്പാണ് കേട്ടോ, നല്ല അടിപൊളി ടോപ്പാണ്. XXL സൈസിലാണ് വരുന്നത്. പിന്നെ ഓക്കെ,
ഇത് മൂന്നാമത്തെ പാറ്റേൺ. പിന്നെ വന്നിട്ടുള്ളത് ഈ യെല്ലോ കളറാണ്. അപ്പോൾ നേവി ബ്ലൂ, മെറൂണ്, ഗ്രീന്, യെല്ലോ. ഇതൊക്കെ എന്തെങ്കിലും എടുത്ത് സെയിലാക്കുന്നവർക്ക് ഒരു 250-300 റേഞ്ചിലൊക്കെ കൊടുക്കും. ഒരു കുഴപ്പമില്ല. കാരണം ഈ സാധനം ഞാൻ ഷോപ്പിൽ സെയിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വിലയിൽ. ഒരു കുഴപ്പം ക്വാളിറ്റിയിൽ വന്നിട്ടില്ല. ഒരു കുഴപ്പം ക്വാളിറ്റിയിൽ ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ, റയോൺ മിക്സ് കോട്ടൺ ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ട റയോൺ ചുരുങ്ങും. റയോണിൻ്റെ ഒരു പ്രത്യേകത കുറച്ചങ്ങോട്ട് ചുരുങ്ങും. അത് വിചാരിച്ച് ഓവറായി ചുരുങ്ങുക, ക്വാളിറ്റി ഇല്ല നല്ല ഉദ്ദേശിക്കുക. ഇപ്പം ഞാൻ ഇട്ട ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ പെയിൻറ്റ് ഇറക്കിയിട്ടിക്കുക സത്യമായിട്ടും. ഇത് മേലേക്ക് ഞാൻ കുറച്ച് കയറ്റി കഴിഞ്ഞാൽ ആകെ ഇത്രയിൽ നിൽക്കുന്നുണ്ട്. പറയുമ്പോൾ ഇത് 12,000 രൂപേൻ്റെ അടുത്തുള്ളൊരു ഒരു ഡ്രസ്സായിരുന്നു. എന്നിട്ട് തന്നെ ഇതെന്താ പറയുക, റയോണിലാണ് വന്നിട്ടുള്ളത്. പെയിൻറ്റ് മേലേക്ക് കയറിയിട്ട് നല്ലോണം കയറിയിട്ട് ഞാൻ ഇറക്കിയതാണ്. അപ്പോൾ റയോൺ ആകുമ്പോൾ എത്ര വിലേൻ്റെ ആണ്, ചെറിയ രീതിയിലൊന്ന് ചുരുങ്ങും. അത് റയോണിൻ്റെ പ്രത്യേകം. ഇത് റയോൺ മാത്രമല്ല, ഇത് കോട്ടൺ കൂടി മിക്സിങ് വരുന്നുണ്ട്. നല്ലൊരു യെല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് യെല്ലോ, പിന്നെ വന്നിട്ട് ബ്ലൂ, പിന്നെ വന്നിട്ട് മെറൂൺ, പിന്നെ വന്നിട്ട് നേവി ബ്ലൂ. 4 ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. 4 ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക. ഡൗട്ടുകൾ ഒരുപാട് ചോദിക്കേണ്ട, സ്ക്രീൻഷോട്ട് എടുക്കുക. എൻ്റെ 8089971700 എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക. അഡ്രസ്സ് തരാം കേട്ടോ. നിങ്ങൾ അടിയൊന്നും കൂടേണ്ട, സ്റ്റോക്ക് ഉണ്ട്. ഇത് ഞാൻ കാണിച്ചിരുന്നു. അപ്പം ഞാൻ ആ ടോപ്പ് ഒന്ന് ഇട്ട് നോക്കിയതാട്ടോ. നല്ല അടിപൊളി ടോപ്പാണ്. ഇത് കണ്ടില്ലേ, കൈയൊക്കെ ഉണ്ട്, അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്. പിന്നെ XXL ടോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കുഴപ്പമൊന്നും എനിക്കിത് ഷേപ്പാക്കൊന്നും വേണ്ട, കറക്റ്റാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഷേപ്പിലിടുന്നില്ല. കാരണം വയറിൻ്റെ അവിടെ ഒരു പിടുത്തുണ്ട്, വയർ അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു പിടുത്തുണ്ട്. പക്ഷേ ഷേപ്പിലിടുന്ന ആളാണെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല. എവിടെ ഒരു തടിയോ ഒരു വൃത്തിയോടെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്ക് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതെന്താ താത്ത എങ്ങനെ പറയുന്നത്, സത്യമായിട്ട് ഇത് തിരിച്ചറിയാൻ പറ്റില്ല. ഇത് പ്രത്യേകതയാണിത്. പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് നല്ലൊരു ഷോളും നല്ലൊരു പെയിൻറ്റും ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അങ്ങനെ ലോക്കൽ സാധനമല്ല. ഞാൻ റേറ്റ് കുറച്ച് ഞാൻ തരുന്നതാണിത്. അല്ലാതെ 150 രൂപ ലോക്കലല്ല. ഇതിന് 195, 200, 220 വരെ റേഞ്ച് ഹോൾസെയിൽ പിടിക്കും. ഇതിപ്പോൾ ഞാൻ മുന്നേ എടുത്ത സാധനം ഒരുപാട് യൂണിറ്റിൽ കെട്ടി കിടക്കേണ്ട താത്താന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വില കെട്ടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതൊരു 300, 350 ആ റേഞ്ചിലൊക്കെ കളിക്കുന്ന ടോപ്പാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനൊരു മാച്ച് ആവുന്നൊരു ഇങ്ങനെ ഷാളും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇടാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. നമ്മൾ ഈ സാധനം ഇട്ടിട്ടുണ്ട്. ഇതിന് ഞാൻ എന്തിനും ഇട്ടിരുന്നേ, മറ്റേ ഷാള്. ഇതിന് എനിക്ക് ഒരു സിൽക്കിൻ്റെ തന്നെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ക്രീം കളറിൽ. എന്നിട്ട് അതിനൊരു ഷോൾ ഉണ്ടായിരുന്നു, ക്രീമും പിന്നെ നേവി ബ്ലൂ ഒക്കെ മിക്സ് ആക്കിയിട്ട്. ഞാൻ എന്നിട്ട് ഈ ടോപ്പ് ആ ഷാളും ഇട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു. എന്തൊരു ഭംഗിയാണോ ഇത്, എവിടുന്ന് അടുത്തേന്നൊക്കെ ചോദിച്ചിട്ട്. ഷോളിൻ്റെ ഹൈലൈറ്റും കൂടിയാണ്. എന്നിരുന്നാലും എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് 150 രൂപ ടോപ്പാന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് നുണ പറഞ്ഞ് തരുന്നതല്ല, സത്യം പറഞ്ഞിട്ട് തന്നെ തരുന്ന. ഒരു 150 രൂപ ടോപ്പാന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ലൈനിങ് ഇല്ല, പക്ഷെ അങ്ങനത്തെ വലിയ ലൈനിങ് ഇല്ല, പക്ഷെ അങ്ങനെ വലിയ സീനൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മൾ അടിയിൽ എന്തായാലും പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇടും, അങ്ങനെ ഇതൊന്നുമില്ല. അപ്പോൾ ഇത് നേവി ബ്ലൂ, റെഡ്, പിന്നെ നേവി ബ്ലൂ, മെറൂണ്, ഗ്രീന്, ഈ പീസാണ്. ഇനി ഇതിൻ്റെ തന്നെ കളർ ഷെയ്ഡ് വേറെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു പീസ് ഞാൻ 150 രൂപ ഓഫർ ഇട്ടിന് എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളത്. അതാരോ എടുത്തു പോയി. കണ്ടോ, 150 രൂപ ടോപ്പ് മാറ്റിയത് ഇട്ടിട്ട് തരാം. കുറച്ച് എടുത്തിട്ട്. അപ്പോൾ ഇതാ വേറൊരു പച്ച ഇട്ടിരിക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയായിട്ട് കാണാൻ 150 രൂപയേ ഉള്ളൂ. ഞാൻ മാച്ചിങ് ആ ഷോളൊന്നല്ല ഇട്ടിക്കണേ, ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, അടിപൊളി ഡ്രസ്സാണ്. പിന്നെ എന്താണ്, വയറും ബാക്കൊക്കെ ഉള്ളവർക്ക് പിന്നെ 22 ജസ്റ്റ് നോക്കിയിട്ട് XXL സൈസ് നോക്കിയിട്ട് എടുക്കണ്ട, അത്രയും ഇതിൻ്റെ ഒരു വിഷയമുള്ളൂ. അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഷേപ്പായിട്ട് കിടക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു തന്നെ തരാണ്. അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. മേലൊക്കെ നല്ല ലൂസാണ്. 22 ചെസ്റ്റ് ഉള്ളവർക്ക് പറ്റും. എന്നാൽ 21+ പ്രിന്റിൽ വരുന്ന ആഷ് കളർ റെഡിയാണോ? കുഴപ്പമില്ല. ഞങ്ങൾ വീഡിയോ വെക്കുമ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കേണ്ടി വരുന്നത് കൊണ്ട് ഇൻഷാല്ല ഒരു ഫോൺ വേറെ വാങ്ങണം. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇൻഷാല്ല വാങ്ങണം. എനിക്ക് ഇപ്പം നടക്കൂല. എനിക്കാണെങ്കിൽ എയർപ്ലെയിൻ മോഡൽ ഇടാൻ പറ്റില്ല. വേറെ നമ്പർ ഉണ്ട്, എന്നാലും ഇക്ക ഒരു കാര്യത്തിന് വിളിക്കും.
പിന്നെ ഫോൺ അടിച്ചോണ്ട് നിൽക്കണം ഓരോരുത്തർ നെറ്റ് ഓഫ് ആക്കിയിട്ട് കേട്ടോ ഞാൻ ഇത് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ വന്നിട്ട് വീണ്ടും കോള് വിളിക്കുകയാണ്. എത്ര തവണയാ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഈ കോള് മാറ്റിക്കഴിഞ്ഞാലാണെങ്കിൽ എന്താ ഡ്രസ് കാണിച്ചു അത് കാണിച്ചെടുക്ക. ഇത് പറയട്ടെ പറഞ്ഞു അവിടെ പോവും. അവർ പോവാണ് അങ്ങോട്ട് പോട്ടെ. അങ്ങനെ നിന്ന് കാണുന്നവർ മതി. 150 രൂപ കൊടുക്കും വേണോ? ഇതിൻ്റെ കാര്യങ്ങളും അറിയാൻ പറ്റില്ലെങ്കിൽ കൊടുക്കുന്നില്ല. അത്ര തന്നെ ഉള്ളൂ. അല്ലോട് പറയാം പിന്നെയും വർത്താനത്തിലായി പോയി. പക്ഷെ സങ്കടം കൊണ്ടാണ്. കാരണം ഉള്ള ക്യാമറ നല്ല വെളിച്ചത്തിലൊക്കെ നല്ല സ്ഥലത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെയും കട്ടാക്കേണ്ടി വരിക, പിന്നെ എടുക്കേണ്ടി വരിക. എത്ര തവണ ആൾക്കാരോട് വിളിക്കണ്ട, വാട്സപ്പിൽ മെസ്സേജ് ആക്കി നിങ്ങൾ നിന്നോളൂ എന്നൊക്കെ പറഞ്ഞാലും ശരി, അവർ എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്ന അതിനേക്കാൾ നല്ല കോമഡിയാണ് പറയാതിരിക്കുന്നത് നല്ലത്. അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇതാ നല്ലൊരു ആഷ് കളറാണ്. പക്ഷേ നമുക്കൊരു ഫോൺ വാങ്ങണം. സിം ആണെങ്കിൽ അതാ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. അപ്പോഴാണ് ഓള് കയറിയിട്ട് വീഡിയോ എടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത് പ്രിൻ്റ് അടിച്ച് വെച്ച് എല്ലാവരും മെഫിൻ ഹോം ബോട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് കുറേ അടിച്ച് വെച്ച് അതിലൊക്കെ ഈ നമ്പർ കൊടുത്തിക്കണം, ഗൂഗിൾ പേ കൊടുത്തിക്കണം, ഇതിൽ വാട്സപ്പ് ആക്കിക്കണം. ഇനിയിപ്പോൾ അത് വേറെ വിളിക്കാം, വേറെ ഫോണായിട്ട് ഇപ്പോൾ എന്താ അറിയോ ഇതിങ്ങനെ വിളിക്കുമ്പോൾ വരും. പിന്നെ ഹലോ അപ്പം പറയേ ഇതാട്ടോ ആഷ് കളർ ഉണ്ട്, ഞാൻ വാട്സപ്പിൽ ഇതാട്ടോ മെറൂൺ കളർ, ഇങ്ങനെയും പറയേണ്ടി വരുമോ? അതിന് നല്ലത് ഇത് കുറച്ച് കഴിയുമ്പോൾ അവർ നിർത്തിക്കോളൂ. അല്ല എത്ര വട്ടാ പറയുന്നത്, ഫോൺ അടിക്കേണ്ട കാര്യമില്ല, ഞാൻ വന്നോളും, ദേഷ്യം പിടിച്ച് പറയണതല്ല, അത്രയും കോളം ആയതുകൊണ്ട് പറയുന്നതാ. എൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നവർ സംശയം ചോദിക്കാനും പിടിക്കാനും വിളിക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലാത്ത ആളുകൾ വെറുതെ സംശയം ചോദിക്കും. ഞാൻ റീസെല്ലറാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ തരുമോ, അങ്ങനെ തരുമോ, ഇതാക്കി തരുമോ, ഈ ഗ്രൂപ്പിൽ എന്താ ഫോട്ടോ, ഇങ്ങനെ പറഞ്ഞിട്ട് 1 2 കോളല്ലേ. അതാ പറഞ്ഞ അവിടെ നിൽക്കുക. അപ്പോൾ ഇത് വന്നിട്ട് രണ്ടാമത്തെ കളർ കാണിച്ചെടുക്കുന്നത്. രണ്ടാമത്തെ കളർ ആഷ് നല്ല വർക്കാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത് പ്രിന്റിന് വേറെ മോളെ. ഇനി വരുന്നത് എങ്ങനെയാ? അത് വേറെ വരേണ്ടതാ. അപ്പോൾ ഇത് 150 രൂപക്ക് കേട്ടോ. കണ്ടില്ല നിങ്ങൾ? പിന്നെ വന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഒരു മോഡൽ കേട്ടോ. ഇത് കോട്ടണിലാണ് വരുന്നത്. ചില ആൾക്കാർക്ക് സീക്വൻസ് വർക്ക് ഇഷ്ടമല്ല, പക്ഷെ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഷോളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതേപോലത്തെയൊക്കെ. ഇപ്പോൾ മീഷോയിൽ ലെഗിൻസ് നല്ല രസമാണ്. മീഷോയിലെ പാൻറ്റുകളുണ്ട്, വിമൻസിൻ്റെ പാൻറ്റ് നല്ല വർക്ക് വരുന്നത്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷോളൊക്കെ ഇട്ട് നല്ലൊരു ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് വന്നിട്ട് 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വീഡിയോ കാണുമ്പോൾ രസമല്ലടി, കളർ വേറെ ആണോ? നല്ലൊരു പീച്ച് റെഡാണ് കേട്ടോ. വീഡിയോയിൽ ഒരു ഭംഗിയില്ല കേട്ടോ, സത്യം പറയാം. വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, നല്ല നല്ല സ്റ്റെപ്പാണ്, നല്ല കോട്ടനാണ്. കുറച്ച് കളക്ഷൻസ് ഉണ്ട്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാം. 100 എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്, സീക്വൻസും വരുന്നുണ്ട്. അങ്ങനെ വെളിച്ച് നിൽക്കില്ല. അസറക് പ്രിന്റ് വന്നിട്ടുണ്ട്. പക്ഷെ അസറക് പ്രിന്റിന്റെ സൈസ് ഞാൻ ജസ്റ്റ് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ കുറച്ച് കുട്ടികളെന്താക്കി, താത്ത പ്രിന്റ് ഏതായാലും വേണ്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറയാനും വാങ്ങലും കഴിഞ്ഞ്. ഇനി ഒരു 4-5 കളക്ഷനേ ഉള്ളൂ. അപ്പം ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, നാളെ വരും. അപ്പോൾ കാണിക്കാം. ഇത് വന്നിട്ട് 200 രൂപ. എല്ലാത്തിനും ഷിപ്പിംഗ് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് വിട്ടിക്കും മോളെ. ഇതൊരു ഭംഗിയാണെന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് മറുപടി തരും കേട്ടോ. നിങ്ങൾ ഞാനൊക്കെ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുന്ന മാതിരി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അത്രയും ഞാൻ പറയുന്നുണ്ട്. ഒരാൾ സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ നേരം പോയി താത്ത വേണ്ടെന്ന് അപ്പം തന്നെ റീഫണ്ട് കൊടുക്കുന്നുണ്ട്. താത്ത പൈസ കൂടുതൽ പോയി അപ്പം തന്നെ റീഫണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒന്നും ഒരു ഉടായ്പും കാരണം എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കുന്ന പൈസ ഇട്ട് നഷ്ടപ്പെടില്ല. പക്ഷെ നമ്മൾ കുറഞ്ഞ വിലയിൽ ഹോൾസെയിൽ എടുത്തിരുന്നത് കൊണ്ട് കുറച്ച് ഡിലേ ആവുന്നുണ്ട് സാധനങ്ങൾ. ഇൻഷാ അല്ലാ അവിടെയൊക്കെ സ്റ്റോക്ക് വെക്കാനുള്ളൊരു അവസരം കിട്ടട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊക്കെ ശരിയാക്കാം. നിങ്ങൾക്ക് വിലയും കുറവ് കിട്ടണം, നാളെ തന്നെ സാധനം കിട്ടുന്ന പറഞ്ഞാൽ നടക്കൂല. കാരണം ഇതിപ്പോൾ ഞാൻ ഇത്ര മോഡൽ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എടുത്തന്നേ. ഇത് നിങ്ങൾക്ക് 100 200 വേണമെങ്കിൽ താത്ത യൂണിറ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോടോന്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് 100 പീസ് കിട്ടി നിൽക്കുക. 100 പീസ് കിട്ടിയാൽ കിട്ടിയാൽ എനിക്ക് ഓനെ വിളിച്ച് പറയണം, എടാ ഇത്ര പ്രിന്റ് 100 പ്രിന്റ് വന്നിട്ട്. പിന്നെ അത് അവൻ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് എത്തിക്കുക. അത് DTTCയും പോസ്റ്റ് ഓഫീസൊന്നും അല്ല. ഒന്നെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് എടുക്കണം, അല്ലെങ്കിൽ അവർ ഒരാളെ കയ്യിൽ കൊടുത്തേക്കണം. അത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് എന്താക്കാൻ, ഇവിടുന്ന് പാക്കറ്റ് ആക്കിയിട്ട് അയക്കാൻ. പിന്നെ ഈ 150 രൂപക്കൊക്കെ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ ഡെയിലി ഇന്നിപ്പോൾ ഒരു 10 ഓർഡർ കിട്ടിയാൽ നാളെ 10 ഓർഡർ കൊണ്ട് പോകാൻ പറ്റൂല. കാരണം പിന്നെ അവിടെ നഷ്ടമല്ലല്ലോ. ഒരു 50 ഓർഡറൊക്കെ ആകുമ്പോൾ അവർ വന്നിട്ട് അയച്ചു കൊടുക്കും. എത്ര തവണ ഞാൻ പറയണത് അറിയോ? അപ്പോൾ ദയവ് വിചാരിച്ചിട്ട് എനിക്ക് സങ്കടമാണ് വരുന്നത്. ഒരു 1/4 മണിക്കൂറോളം അല്ലേ
ഇപ്പോൾ ഓരോ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. കാരണം പാർസൽ അയച്ചോ താത്ത വിളിച്ചിട്ടാണ് കുറച്ച് ആൾക്കാർ വിളിച്ചത്. മെഞ്ഞാന്ന് തന്ന ഓർഡറാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ടേക്ക് പിടിക്കുമ്പോൾ അത് എല്ലാം പോയി. ഇനിയിപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഓൾറെഡി ഇപ്പം 150 രൂപ ടോപ്പ് എടുക്കുന്ന ആളുകൾ നാളെ കിട്ടണമെന്ന് വിചാരിച്ചവർ വിളിക്കുക. അവിടെ 10 ദിവസം ഞാൻ പറയുന്നത് എന്തേ സത്യം പറയാം, 10 ദിവസമാവും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി. കാര്യം അത്രയും ദിവസം ആയിട്ടല്ല കേട്ടോ, അല്ലേ? അത്രയും ദിവസം ആയിട്ടൊന്നല്ല ഈ പറയുന്നത്. പക്ഷങ്ങളൊന്നും മനസ്സിലാക്കണം. ഇങ്ങനെ 150 രൂപ ടോപ്പുകളൊക്കെയാണ് ഇടുമ്പോൾ അന്നത്തെ അല്ല അവർക്ക് ഞാൻ എത്ര വീഡിയോ കാണിച്ചെടുക്കുന്നത്. ഇവിടെ സ്റ്റാഫും കാര്യങ്ങളും ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഒരുപാട് പൈസ ഉള്ള ഒരാളും അല്ല. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒരു 250 രൂപക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇട്ടിട്ട് ഇത് വിൽക്കാം, ആളുകൾ വാങ്ങാനും ഉണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സത്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു 500 ടോപ്പ് ഞാൻ എടുക്കുന്ന വാക്ക് കൊടുത്തത് കൊണ്ടാണ് ഇത് എനിക്ക് 150 രൂപക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന രീതിയിൽ എനിക്കിത് കിട്ടിയത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 500 ടോപ്പ് ഞാൻ എന്തായാലും ഓർഡർ ആക്കി തരും. എനിക്ക് 150 രൂപക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഐറ്റംസ് എനിക്ക് കിട്ടിയത്. അൽഹംദുലില്ലാ എനിക്ക് 500 ടോപ്പ് കിട്ടുകയും ചെയ്യും. ആ ഓർഡർ എനിക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ 2-3 ദിവസം എനിക്ക് വേണ്ടി വരും. ആ 2-3 ദിവസം കൊണ്ട് എനിക്കൊരു 500 രൂപ ആൾക്കാർ വാങ്ങും, എനിക്കറിയാം വാങ്ങും. എന്നിട്ട് ഞാൻ എന്താക്കണം അവിടെ. അല്ലാതെ ഞാൻ ഈ 500 ടോപ്പ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അഥവാ ഇനി പോയിട്ടില്ലെങ്കിലോ അതിന് മാത്രമുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. അപ്പം ഇത് വാങ്ങിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടങ്ങേറാവാണ് ചില ആൾക്കാരെ കൊണ്ട്. അപ്പം അങ്ങനെ അത് ചെയ്യരുത് നിങ്ങൾ. കാരണം ഇത് മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് ഞാൻ പറയണത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ഹോൾസെയിൽ ഇങ്ങനെ ബൾക്കിന് വില കിട്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മോഡൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും. സെയിം കളർ സെയിം സാധനം കിട്ടും. പക്ഷെ അത് കിട്ടാനുള്ളൊരു ഡിലേ നിങ്ങൾ കാത്തു നിൽക്കണം. അതിന് ക്ഷമയുള്ളവർ മാത്രം എടുത്താൽ മതി. ഇതങ്ങോട്ടേക്ക് ഞാനൊന്ന് വാങ്ങി പൈസകൾ അക്കൗണ്ടിലേക്ക് തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ കിട്ടുന്ന 15 രൂപ 20 രൂപയ്ക്ക് മാർജിൻ വെച്ചിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷെ അൽഹംദുലില്ലാ ബൾക്ക് ഓർഡർ കിട്ടുന്ന കാരണം എന്തെങ്കിലുമൊക്കെ തടയും. പക്ഷെ അതിന് മാത്രം ഞാൻ റിസ്ക് എടുക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പാക്കാക്കിയിട്ടും വായിച്ചിട്ടും പിടിച്ചിട്ടും ഒരാൾ. കാരണം 20 രൂപ വെച്ചിട്ട് ഞാനൊരാളെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്തിനാണ് പിന്നെ ഞാൻ ഇതിന് ഇരിക്കേണ്ട ആവശ്യം? ഞാനിപ്പോൾ വേഗം ഈ വീഡിയോ കാണിച്ചിട്ട് പോകാൻ വിചാരിച്ചു. പക്ഷെ എനിക്കിന്ന് നെറ്റ് ഓഫാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു കാര്യം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ കോൾ വരും. അപ്പോൾ അത് ഉറപ്പാച്ച് എനിക്ക് നെറ്റ് ഓഫാക്കി. പക്ഷെ നെറ്റ് ഓഫാക്കിയിട്ട് എൻ്റെ ഇടയിൽ നെറ്റ് ഓഫാക്കിയില്ലേ. അപ്പോൾ നോക്കുമ്പോൾ സാധാ കോള് ഇങ്ങനെ എന്തെന്നാണ് ഇത് ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയുന്നില്ല. ഗ്രൂപ്പിനൊരു റൂളുണ്ട്. ഗ്രൂപ്പിനൊരു റൂളുണ്ട്. ന്യൂ മെമ്പേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഉണ്ടോ ചോദിച്ച് വിളിക്കണ്ട. സാധനം ഉണ്ടെങ്കിൽ ഞാൻ അതിലിടൂലേ. എനിക്ക് പൈസ കിട്ടണ്ടേ? നിങ്ങൾക്ക് തന്നാലല്ലേ എനിക്കും കിട്ടുള്ളൂ. അപ്പം ഞാനത് ഉണ്ടെങ്കിൽ ഇടൂലേ. അപ്ഡേഷൻ അപ്പം തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർന്ന് കൊടുക്കുന്നില്ലേ. അയച്ചവർക്ക് ഉടനെ കൊടുക്കാത്ത അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ 550-600 രൂപ നെറ്റ് വാങ്ങിയാൽ ഞാൻ സത്യം പറഞ്ഞ നോണല്ല പറയണത്. കുറഞ്ഞ മാർജിൻ ഇട്ടാ തരുന്നത്. നമ്മൾ ഇതവിടെ കുറഞ്ഞ വിലേൻ്റെ വേണം എന്ന് പറഞ്ഞവർക്ക് ഞാൻ വേറെ സ്ഥലത്തുനിന്ന് ഓർഡർ ആക്കിയിട്ട് റീസെയിൽ ചെയ്ത് കൊടുത്തു. പക്ഷെ അവിടെ എനിക്ക് സെറ്റ് എടുക്കേണ്ടിന് ഹോൾസെയിലാണ്. 6 സെറ്റൊക്കെ ഉള്ളതിന് 2-3 ഓരോരുത്തർ സെലക്ട് ചെയ്ത് ബാക്കി. അതിപ്പോൾ ഇവിടെ ഇങ്ങനെ എനിക്ക് കിടക്കുക. ഞാൻ ഈ ഒരു നെറ്റ് ചെയ്യുന്ന ആളല്ല. എന്നാലും ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മാക്സി നമ്മൾ എടുക്കുമ്പോൾ ഇതിപ്പോൾ ഈ കുറേ ആൾക്കാർ എടുത്ത് വരും. ഇതിന് എത്ര വെച്ച് ഇത് 250 രൂപയാണ്. ഇത് കുറച്ച് കളേഴ്സ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. പറഞ്ഞു വരുന്നത് മനസ്സിലാക്കണം. ഇങ്ങനത്തെ നെറ്റ് നമ്മൾ ഹോൾസെയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 20 രൂപ 30 രൂപ മാക്സിമം പോലെ 50 രൂപയെ കൂട്ടാൻ പറ്റുള്ളൂ. ഹോൾസെയിലിൻ്റെ പ്രത്യേകതയാണിത്. അത് നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലെ താത്തയോ അയൽവാസികൾ ആരെങ്കിലും വന്നാൽ 10 രൂപ കുറക്കട്ടോ 20 രൂപ കുറക്കട്ടോ എന്നൊക്കെ പറയാം. ആകെ ഇതിൽ എത്രയും കിട്ടുക. പക്ഷെ ഇത് ചെയ്ത് ശീലമായവർക്ക് ഇതൊരു ശീലമാണ്. ഇപ്പോൾ സ്വർണ്ണം എന്തേ പണയം വെച്ചിട്ടേക്കാരോ ചിലപ്പോൾ ഇത് ഇറക്കുക. അത് എന്നിട്ടോ കിട്ടുന്നതോ 50-100 ആയിട്ടായിരിക്കും. അതിങ്ങനെ മീൻ വാങ്ങിയിട്ട് ഇറച്ചി വാങ്ങിയിട്ട് അതുകൊണ്ട് തീർക്കുകയും ചെയ്യും. മുളക് വാങ്ങിയിട്ട് അത് തീർക്കുകയും ചെയ്യും. എന്നിട്ട് പിന്നെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വല്ല അയൽക്കൂട്ടത്തിൽ നിന്ന് ഫണ്ട് എടുക്കും. ഇതൊക്കെയാണ് വീട്ടമ്മമാരുടെ സ്ഥിതി. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇത് അല്ല ഞാൻ ചെയ്യുന്ന മറ്റേ ഐറ്റം ഞാൻ വെറും 30 രൂപ 40 രൂപ 50 രൂപയൊക്കെ കൂട്ടി വിൽക്കുന്നുണ്ടെങ്കിൽ അത്ര കൂട്ടിയ പോരായ്മല്ലേ. ആ ഐറ്റം ഹോൾസെയിൽ തന്നെ നമുക്ക് എക്സ്പെൻസ് ഇറക്കുക 10-500 രൂപ വില ഉള്ളതും ഞാൻ ആ ഒരു മാർജിൻ ഇട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ നെയ്റ്റ് എടുത്തവർക്ക് നെയ്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും ഒരു 600 രൂപ 590 ഇനി 650 രൂപ ഈ ചില കടകളിലൊക്കെ 700 സംതിങ് ഒക്കെ എടുക്കുന്ന കടകൾ എനിക്കറിയാം. പേര് പറയുന്നില്ല എന്നുള്ളൂ. എടുക്കുന്ന കടകൾ എനിക്കറിയാം. അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ഈ സാധനം.
നല്ലൊരു എന്താ പറയുക അത്രയും നല്ലൊരു ആൽഫൈൻ ക്ലോത്തിൽ വരുന്ന നെറ്റിയും വിത്ത് ഷോളും കൂടി ഞാൻ 550 രൂപക്കാണ് തരുന്നത്. അത് ഇപ്പറഞ്ഞതുപോലെ തന്നെ ഡെയിലി 50-100 എടുത്തു കഴിഞ്ഞാലേ എന്താവുള്ള സാധനം ഇങ്ങോട്ടേക്ക് അയച്ചു തരുള്ളൂ. അതും ഇത് സെറ്റ് എടുക്കണം. ഇതൊന്നും നമ്മൾ മറ്റേതൊക്കെ എടുക്കുന്ന മാതിരിക്ക് ഒന്ന് പോയിട്ട് എടുക്കാൻ പറ്റില്ല. അവരിട്ട സെറ്റ് നമ്മൾ അങ്ങനെ എടുക്കണം. അപ്പോൾ ഈ സെറ്റുകൾക്ക് വില കെട്ടണ്ടേ? അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് വില കെട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? ഓരോന്നും ഞാൻ 2-3 ദിവസം കൊണ്ട് കച്ചവടം പിടിക്കുകയാണ്. അപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ, ആളുകൾ എടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അന്ന് തൊട്ട് ഇന്ന് വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ എത്താനൊരു താമസം എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് എൻ്റെ സാധനങ്ങൾ ഡിലേ ആവുന്നത്. ഇൻഷാ അല്ലാ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഞാൻ ഇട്ട സാധനങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റോക്ക് ഇറക്കാം. ഇതിപ്പോൾ ഞാൻ തുടക്കമാണ്. എത്ര വട്ടേക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ പരത്തി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 7 to 10 days ആവും. എന്നാലും ശരി ഇന്നെ ഇടങ്ങേറാക്കിയോണ്ട് നിൽക്കും. അതാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ ഞാൻ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 30 റുപ്യക്കോ 60 റുപ്യക്കോ ഇട്ട പെയിൻറ്റുകളുണ്ടല്ലോ, ഞാൻ ഹോൾസെയിലും കൂടി കിട്ടിയല്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ പാക്കാക്കൽ കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ വെച്ചാൽ, പക്ഷെ കൈ രണ്ടും ഇങ്ങനെ വിറക്കട്ടോ. അങ്ങനെ ഞാൻ പോയിട്ട് ചോറ് തിന്നുമ്പോൾ കോള് പിന്നെയും കട്ടാക്കിട്ടോ, പിന്നെയും കോള് പിന്നെയും കട്ടാക്കി, പിന്നെയും ഓളത് കേക്ക് ഉണ്ടാവും ഒന്നും ഉണ്ടായിട്ട് പറയല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ മെസ്സേജ് വെക്കുമ്പോൾ താത്ത സാധനം കിട്ടിയിട്ടില്ലാന്ന്. അയച്ചതിൻ്റെ പിന്നെ ഇത് പോസ്റ്റ് ഓഫീസ് പോയി അയച്ചതിൻ്റെ സ്ലിപ്പ് ഞാൻ 3 ദിവസം മുമ്പേറ്റ വിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സാധനം വിട്ട് കൊടുത്തതാണ് ആ കുട്ടിക്ക്. ആ കുട്ടീനെ കുറ്റം പറയല്ല, എൻ്റെ ഒരു അവസ്ഥ പറയാട്ടോ. നമ്മൾ 2 വട്ടം കട്ടാക്കിയ പിന്നെ വിളിക്കുമ്പോൾ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാധനം അയച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ സ്ലിപ്പ് തന്നിട്ടുണ്ടല്ലോ, ഞാൻ നോക്കാം, ഞാൻ മെസ്സേജ് നോക്കിക്കോളും. ആ ചോറ് നിലയിലാണ് ആ കോള്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ആര് കോൾ അടിച്ചതിന് പറയല്ല, നിങ്ങളുടെ മെസ്സേജ് ഞാൻ റിപ്ലൈ തരും. ആ 10 മിനിറ്റ് കൊണ്ട് അരമണിക്കൂറോട് നോക്കണമെന്നോ നിങ്ങൾ പറയണ്ട. ഐറ്റംസ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇത് 550 റുപ്യക്ക് എനിക്ക് തരാൻ പറ്റുന്നത് ഡെയിലി 50-എങ്കിൽ 50. അതായത് ഞാൻ ഫോട്ടോ ഇടുന്ന ദിവസം ഒരു സ്റ്റോക്ക് ഒരു ട്രിപ്പ്, അതായത് നമ്മൾ ഗ്രൂപ്പിൽ ഇതാ ഇത്രയും സ്റ്റോക്കിൽ എടുത്തോളി എന്ന് പറഞ്ഞ ദിവസം ഒരു 50-100 പീസ് ഞാൻ ഓർഡർ പിടിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് 550 റുപ്യ നിങ്ങൾക്ക് തരാൻ കഴിയുന്നത്. അപ്പോൾ ഈ അഫോർഡബിൾ പ്രൈസിൽ തരുമ്പോൾ കുറച്ചോ നിങ്ങൾ ഇതൊക്കെ പേക്കാക്കാനും പിടിക്കാനും ഈ സാധനം അവിടെ എത്താനുള്ള ക്ഷമങ്ങൾ കാണിക്കണം. ഇതൊരു ടോപ്പ് വീഡിയോ ആയിരുന്നു, പക്ഷെ എല്ലാപ്പോഴും അങ്ങനെ തന്നെ ഈ കോളിൻ്റെ പ്രശ്നം വന്ന് എൻ്റെ സ്വഭാവം മൂടൊക്കെ അങ്ങോട്ട് മാറിപ്പോകും. ഇൻഷാ അല്ലാ ഒരു ഫോണും കൂടി താത്ത എടുക്കുന്നുണ്ട്. എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയൊക്കെ ഞാൻ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താക്കുക, അതിൽ വീഡിയോ പിടിക്കൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുക, ഇതിൽ കോള് നോക്കാം, മെസ്സേജ് ഒക്കെ ചെയ്യുക. അപ്പോൾ ആവട്ടെ. ഇപ്പോൾ ഇത്രയും ചില്ലറ റേറ്റിന് നമുക്ക് ഒന്നും നടക്കാത്തത് കൊണ്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ എന്താ കാണിച്ചത്, 200 രൂപേൻ്റെ 2 ടോപ്പ് കാണിച്ചു തന്നു, 150 രൂപേൻ്റെ 4 ഷെയ്ഡ് കളർ അല്ലേ, 4 നമ്മളെ മെറൂണ്, ബ്ലൂ, പച്ച, 3 കളർ അല്ലേ, മഞ്ഞ 4 കളർ കാണിച്ചു. ഈ പ്രിന്റിൽ വന്നിട്ട് 1 അല്ലേ, ആ പ്രിന്റ് 1, ഈ പ്രിന്റിൽ വന്നിട്ട് 1. അങ്ങനെ ഇത്രയും വേറെ കളർ 1 അല്ല, ഈ പ്രിന്റിൽ വന്നിട്ട് 2 കളർ ആഷും ഇതും വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് സ്റ്റോക്കൊക്കെ അവിടെ ഇറക്കിയിട്ടുള്ള കച്ചവടം ചെയ്യണം. അപ്പം നമുക്കൊക്കെ പിന്നെ ഒരു സാധനം കൂടി വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പാൻറ് നല്ലൊരു വീഡിയോ പ്ലാനും ചെയ്ത് വന്നാണ്. എൻ്റെ മൂഡ് മൊത്തം പോയി. ഞാൻ എല്ലാവരോടും പറഞ്ഞു 4 മണിക്ക് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കരുതെന്ന്. എഴുതിയിരിക്കുന്ന 3XL XL എന്നൊക്കെയാണ്. പക്ഷെ 3XL ആർക്ക് പറ്റും എനിക്കറിയില്ല. എനിക്കിത് ഞാൻ ഇട്ടുമ്പോൾ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് വന്നിട്ട് 120 രൂപേൻ്റെ പാൻറ്റാണ്. ഇത് സർപ്ലസ് ക്വാളിറ്റിയിൽ വരുന്നൊരു ഐറ്റമാണ് കേട്ടോ, അല്ലാതെ ക്വാളിറ്റി ഇല്ലാത്തൊരു ഐറ്റം അല്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ 3XL ഇതിൽ എഴുതിയാലും ഒരുപാട് 3XLൻ്റെ വണ്ണം നല്ല നമുക്ക് നെറ്റിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് XL-ഉം 3XL-ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അളവ് കൊണ്ട് അങ്ങനെ ചോദിച്ച് മെസ്സേജ് ആക്കണം. എനിക്കറിയാം, ഇത് കണ്ടാൽ തന്നെ എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇത് വന്നിട്ട് ഒരു 6 പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഞാൻ 100 രൂപക്കും തരും കേട്ടോ. സിംഗിൾ എടുക്കുകയാണെങ്കിൽ 120 രൂപ. അപ്പോൾ അതിനകത്ത് 3 എടുക്കുമ്പോഴൊന്നും ചോദിക്കണ്ട, 6 എടുക്കുകയാണെങ്കിൽ ഇത് 100 രൂപക്ക് തരും. താത്തി പിടിക്ക്. ഇനി സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടേ ഒരു കാര്യമില്ല. ഇനി വിളിക്കുന്നവർ അങ്ങോട്ടേക്ക് ബ്ലോക്ക് ആക്കുക. എനിക്ക് അവർ കച്ചവടം വേണ്ട. കാരണം കട്ടാക്കിയിട്ട് വിളിക്കുന്നവർ അല്ലാതല്ല കേട്ടോ. ഒരു അറിയാതൊക്കെ ചിലപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കാണാത്തവർ വിളിക്കും. ചിലപ്പോൾ മനുഷ്യരാണ്, പെട്ടെന്ന് അവർക്ക് അപ്പുറത്ത് ആ താത്താന്ന് വിളിച്ചിറങ്ങി ചോദിച്ചോട്ടെ, നമ്മൾ പെണ്ണുങ്ങളല്ലേ. ഇനി ഞാൻ ഉറപ്പാണ് 2 തവണ കട്ടാക്കിയിട്ട് വീണ്ടും വിളിക്കുന്ന ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്തിടും. അവർക്ക് എൻ്റെ ഒരു സാധനം എടുക്കേണ്ട ഒന്നും ഉണ്ടായിട്ട്. എനിക്ക് പാർസൽ കവർ പേയ്മെൻറ്റ് ഇടട്ടെ, ഇതുണ്ടോ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ.
അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കുക. ഇതൊന്നും പറ്റാത്ത ആളുകൾ അതല്ല, എനിക്ക് ഫോൺ വിളിച്ചാൽ നമ്മൾ പെണ്ണുങ്ങളാണല്ലേ, പെണ്ണുങ്ങൾക്ക് ഒരു സാധനം കണ്ട അപ്പം കൈകെട്ടിക്കില്ലെങ്കിൽ ഒരു ഇടങ്ങേറ്, അല്ലെങ്കിൽ അത് കാണണം, അതോ ഇതാത്താൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാം, ഇത്രയും ഓഫറാണ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് എങ്ങനത്തെ ആൾക്കാരോട് അറിയോ, നമ്മൾ ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിക്കുക, വീണ്ടും കട്ട് ചെയ്യുക. ഒന്ന് ആലോചിച്ചോ, അവർ വീണ്ടും വിളിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല ആ ഒരു സ്വഭാവം. അവരെനിക്ക് വേണ്ട, അങ്ങനത്തെ കസ്റ്റമർ വേണ്ട. അള്ളാഹു വേറെ ഏതെങ്കിലും രീതിയിൽ വർക്കത്ത് തന്നോളൂ. കൈയായിട്ടാണ് 300 കോളം നല്ല, സത്യം നോണ പറയല്ല, 300 കോളം നല്ല ഒരു ദിവസം വരുന്നത്. ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞ 120 രൂപയാണ് സിംഗിൾ റേറ്റ്. പിന്നെ വന്നിട്ട് നിങ്ങൾ 6 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കി തരാൻ പറ്റും, 100 രൂപക്ക് തരാൻ പറ്റും. പിന്നെന്താ ഇതിന് ഷിപ്പിംഗ് കുറക്കും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഷിപ്പിംഗ് കുറക്കൽ നടക്കുന്ന കാര്യമല്ല, കാരണം ഇത് നമ്മളെ കയ്യിലില്ല. DTDCയിൽ ഇതിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് എന്നെക്കാളും ഞാൻ ഇപ്പോൾ 50 റുപ്യൊക്കെ എടുക്കുന്നത്, 2 പീസിന് 50 റുപ്യ ഇങ്ങനെയൊക്കെ. അതന്നെ ഞാനായതുകൊണ്ടാണ് ഇങ്ങനെ ബൾക്ക് പോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പാർസൽ അയക്കണം 70 റുപ്യ 100 റുപ്യൊക്കെ വാങ്ങും. പിന്നെ നമ്മൾ നെറ്റ് ഷോള് ഇന്നലെ ഒരാൾ റിട്ടേൺ ആക്കി, അത് എക്സ്ട്രാ പോയിട്ടാണ് കേട്ടോ റിട്ടേൺ ആക്കി. അവർക്കായ പൈസ എത്ര അറിയോ, 100 രൂപ. അപ്പം ഞാൻ അവർക്ക് 100 രൂപ തിരിച്ചു കൊടുക്കണം, കാരണം 2 പീസ് ഞാൻ അയച്ചു പോയി. അങ്ങനെ 2 ആൾക്കാർക്ക് അയച്ചു പോയില്ലേ, 2 പീസ് അങ്ങനെ അയച്ചു പോയി, അവർ അയക്കുന്നുണ്ട്. അപ്പോൾ ആ പൈസ നമ്മൾ കൊടുക്കണം. അപ്പോൾ 100 രൂപയാണ് അവർക്കായ ചാർജ്. ഞാൻ വാങ്ങുന്നതോ 50 രൂപ. അപ്പോൾ അറിയാത്തവരാണ് ഇത് ചോദിക്കുന്നത്. ഇത് കുറച്ച് വെയിറ്റ് വരും, ഇതിങ്ങനെ അയക്കുമ്പോൾ വെയിറ്റ് വരും. അപ്പോൾ ഒരു 50 രൂപ റേഞ്ചിൽ 2 പാൻറ്റേ പോവുള്ളൂ. പിന്നെ നിങ്ങളൊരു 10 അപ്പോൾ ഒരു 15 രൂപ കയറ്റി പിടിക്കേണ്ടി വരും ഇതിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെന്താ, ഇന്ന് അപ്പം പറയില്ല, അപ്പം പറയാതെ താത്ത ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പാൻറ്റീസ് ഞാൻ പറഞ്ഞല്ലോ 32, 34, 36, 38 വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇന്നലത്തേക്കാൾ ഒന്നും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. എങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരാൾക്ക് കോളോട് കോള് അവരെ ഇതിലുണ്ട്, നിങ്ങൾ നെഗറ്റീവ് വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. ജോയിൻ ചെയ്ത ഉടനെ ഇതൊക്കെ അറിയാം, അപ്പോഴത്തേക്ക് കോൾ വിളിച്ചിട്ട് തരാം. അപ്പോൾ ഇത് ഇന്നലെ കാണിച്ചാണ്, ഒന്നും കൂടി പറഞ്ഞുതരാം. ഇന്നലെ സൈസ് പറഞ്ഞപ്പം 20 മുതൽ ഇത് അവൈലബിൾ ആണ്. 30, 32, 34, 36, 38, 42 വരെ അല്ല 40, 42 വേറെയാണ്. ബെനിയൻ ക്ലോത്തിൽ 30 മുതൽ 32, 34, 36, 38 ഇത് അവൈലബിൾ ആണ്. ഇത് 30 സൈസ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. സ്ഥിരമായിട്ട് ഓർഡർ എടുക്കുന്ന ആളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കറിയാം ഞാൻ റിപ്ലൈ നത്തപ്പാരക്കാണ് റിപ്ലൈ കൊടുക്കുന്നതെന്ന്. ഇത് വന്നിട്ട് 30 സൈസാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇല്ലാണ്ട് നിങ്ങൾ ഡി കപ്പ് ബ്രാ എന്ന് പറഞ്ഞൊരു ബ്രാ ഉണ്ട് കേട്ടോ. അത് വെച്ചാൽ അത് ഫുൾ കവറേജ് ആണ്. ഇത് നോർമലാണ്, ഇതിൽ CB എന്നൊന്നുമില്ല, നോർമൽ ബ്രസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ഡി കപ്പ് ബ്രാ എന്ന് പറയും, അതായത് നമുക്ക് ഫുൾ കവറേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ C-യും B-യും ഒന്നും പോയി വാങ്ങരുത്. ഫോൺ ഇളക്കല്ലേ, സോറി. ഓളിങ്ങനെ ആടുക, ഞാൻ ഇവിടെ ആടുന്നവർ ഓളും ആടുക. ഇതവിടെ സ്റ്റാൻഡുമ്പോൾ വെക്കാൻ പറഞ്ഞപ്പോൾ സ്റ്റാൻഡും വെച്ചിട്ട് ശരിയാവുന്നില്ല. മമ്മ ഇടയ്ക്ക് ഓടി വെച്ച് സ്റ്റാൻഡും പിടിച്ചിട്ട് പോടും. അപ്പം പിന്നെ അതിൻ്റെ വെക്ക് പോയിട്ട് ആ ബ്രാ എന്ന് പറഞ്ഞ് കാണിക്കേണ്ടി വരും. അപ്പോൾ ഓളെക്കൂടെ പിടിപ്പിച്ചതാ. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ നോർമൽ കപ്പ് ഉപയോഗിക്കുന്നവർ എടുക്കുക. ഫുൾ കവറേജ് ബ്രാ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഫുൾ കവറേജ് കിട്ടുന്നത് ഡി കപ്പ് എന്ന് പറഞ്ഞ ബ്രാ ഉപയോഗിക്കേണ്ടി വരും. ഇത് 40 കൊണ്ട് 42 ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ 40 വരെ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോൾ എത്ര ഞാൻ എടുത്തോണ്ട് 40 42 അത് 42 എടുത്തു തോന്നുന്നു. അപ്പോൾ ഇതും വൈറ്റും ക്രീം തന്നെ ഉള്ളൂ. ഓക്കെ. ഒരുപാട് എടുക്കുന്ന ആൾക്കാർ വെറും ക്രീം തന്നെ വെക്കുക, അല്ലെങ്കിൽ വെറും വൈറ്റ് തന്നെ വെക്കുക എന്ന് പറയരുത്. ഇത് വന്നിട്ട് 42, 105 കോമൺ ആയ സൈസാണ് കേട്ടോ. ഇത് വന്നിട്ട് അത്യാവശ്യം ഇതിങ്ങനെ നല്ല സ്റ്റിച്ചിങ് ആണ്. നടുവിൽ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് 100 രൂപക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. 42 സൈസാണ് വന്നിട്ടുള്ളത്. സംഭവേ എനിക്കിവിടെ ഒരു അലമാറൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കണ്ട തട്ടുണ്ടല്ലോ, ഈ തട്ടിൽ ഞാൻ കുറച്ച് വീട്ടിലെ ബെഡ്ഷീറ്റും പില്ലോ കവറും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. ഇത് നമ്മൾ ആദ്യത്തെ ബോട്ടിക്കിലുള്ളത്. നിന്റെ ഫോണൊന്ന് ശരിക്കും പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ദേഷ്യം പിടിച്ചിട്ട് ചെയ്യും. ശരിക്കും പിടിക്കും കുട്ടിയെ, നെളിച്ചിലൊക്കെ വരുന്നേ. പിടിക്കുക, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ടെൻഷൻ ദേഷ്യം പിടിക്കും. അപ്പൊ ഈ ഷെൽഫ് ഓൾറെഡി ഞങ്ങളെ ബോട്ടിക്കിലുള്ളതിനും ഇപ്പോൾ ബോട്ടിക്കൊന്നും ഇല്ലല്ലോ, വീട്ടിൽ വെച്ചിട്ടല്ലേ. അപ്പോൾ ഇത്രയും സ്റ്റോക്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അതിന് വേറെ ഷെൽഫ് താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്ക് എൻ്റെ മൂക്ക് എന്ത് തോന്നി, ഇതൊക്കെ കഴിഞ്ഞതാട്ടോ, ഇതൊക്കെ പാക്കിങ് ആയിരുന്നു. കുറേ ഇവിടെ നിരന്ന് കിടന്നപ്പോൾ തിരഞ്ഞിട്ട് മനസ്സിലാത്തപ്പോൾ ഞങ്ങൾ ആ ഷെൽഫ് അങ്ങോട്ടേക്ക് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് എടുത്ത്
എടുത്തപ്പോൾ ഇതിൽ കുറേ ബെഡ്ഷീറ്റ് തലാണി കവർ അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ അവിടെ കൂടിക്കിടക്കുന്ന റൂമിൽ ഞാൻ ഇക്കാനോട് ഒരു അലമാറ വാങ്ങിയിട്ട് വാ, ചെറിയ സ്റ്റീലിൻ്റെ മതി, മറ്റേ ബോർഡിനൊന്നും വേണ്ട, അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും, അത് മറ്റേതാകുമ്പോൾ കുറേ കൊള്ളുമല്ലോ. അപ്പോൾ മൂപ്പര് പോയിട്ടുണ്ട്. മൂപ്പര് പോയതുകൊണ്ട് എന്നെ ഇങ്ങനെ വീഡിയോ കോൾ വിളിക്കും, ഇത് മതി വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നെറ്റ് ഓഫാക്കാൻ വയ്യ, സാധാ കോളും ഓഫാക്കാൻ വയ്യ, കാരണം ഗൂഗിൾ പേ ഉള്ളത് എൻ്റെ കയ്യിലാണ്. ഇത് കട്ടാക്കിയിട്ട് പിന്നെ വിളിക്കണത്. ഞാനിപ്പോൾ മമ്മൂന് കൊടുത്ത പോണ ഒരാൾ കട്ടാക്കിയിട്ട് വിളിച്ചോടുക്കണം. ഇപ്പോൾ ഒരാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചോക്കട്ടെ. ഹലോ ഹലോ പറയൂ. എങ്ങനെ? ആയിത്താ ഞാൻ നോക്കൂട്ടോ. ഓക്കെ, ഞാൻ ഫോൺ കട്ടാക്കിയത് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കട്ടാക്കുന്നത്. എടുക്കാതിരിക്കുന്നത് ഞാൻ നോക്കിക്കോളൂ കേട്ടോ. എന്താണ്? അവർ വാട്സപ്പിൽ നെറ്റ് ഇട്ടിട്ടുണ്ട് നോക്കാൻ. ഞാൻ പറയുന്നുണ്ട്, സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലിടും. ഞാൻ ലേറ്റും പോയില്ല, അപ്പോഴത്തേക്ക് എനിക്ക് വയ്യ. ഇവിടെ ഇത് ഒന്നിരുന്നു. എൻ്റെ ഒരു വെറൈറ്റി കച്ചവടമാണല്ലേ. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിനടുത്തൊക്കെ ഒരു താത്തയോ ചേച്ചിയോ ആരെങ്കിലും കച്ചവടം ചെയ്ത് അവിടെ പോയാൽ എന്താ അവസ്ഥ? എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ തന്നെ. നിങ്ങൾ എൻ്റെ മുമ്പിലുള്ള മാരിക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നിരുന്നു. ഞാൻ നല്ല മര്യാദക്ക് പറയാനും കുറച്ച് ചിരിച്ചു വച്ച് വർത്താനം പറയാനൊക്കെ വന്നാണ്. അത്രയും കോളായിപ്പോയി, 1-2 കോളൊന്നല്ല. അപ്പോൾ ഇത് ഞാൻ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. 42 അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫോണ് കട്ടായതായി വേണ്ടിട്ടോ. നടുവിൽ എലാസ്റ്റിക്. നിങ്ങൾ ആരും ഇനിയിപ്പോൾ അങ്ങനെ വിളിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യം പിടിക്കരുത് കേട്ടോ. ഒന്ന് അവസ്ഥ മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. വേറെ ഒന്നല്ല, ഇതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ സ്റ്റാഫിനൊക്കെ വെച്ച് അല്ലെങ്കിൽ നമുക്ക് വേറെ ക്യാമറയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫോൺ എടുക്കലും പിടിക്കലൊക്കെ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ഫോൺ എടുക്കാതെ എങ്ങനെ കച്ചവടം ചെയ്യുന്നത്? അപ്പോൾ ഇത്രയും ഓർഡേഴ്സ് എനിക്ക് കിട്ടുന്നത് എങ്ങനെ? കാരണം ഞാനത് കറക്റ്റ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കേട്ടറിഞ്ഞിട്ട് ഒരാൾ വരില്ലല്ലോ, എൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാ വീഡിയോയിലും പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇനി വേണ്ട, ഞാൻ അങ്ങനെ പിടിച്ച് സംസാരിക്കാം. ഇനിയിപ്പോൾ ആ കുന്ത്രാട്ടത്തുമ്മലൊക്കെ കുത്തി വെച്ച് അപ്പോഴത്തേക്ക് പിന്നെ അതിൽ ഫോൺ ചെയ്യുമ്പോൾ എടുത്ത് വെച്ച് ഞാൻ നല്ല രീതിയിലൊക്കെ ഒന്ന് സംസാരിച്ച് നല്ല സന്തോഷത്തിൽ വരാൻ വിചാരിച്ചതാണ്. പക്ഷെ നടക്കുന്നില്ല, ഈ ഫോണുകൊണ്ട് നടക്കുന്നില്ല. എത്ര പറഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ നമ്പർ 8088997700. അതിൽ മാത്രം നിങ്ങൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിക്കുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും തരും. ഇനി അപ്പം തന്നെ തരാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിച്ചവർക്കൊക്കെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വിട്ടു തരും. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കയറിയാൽ അതിൻ്റെ ഏത് ഗ്രൂപ്പിൽ നമ്മൾ കയറിയാലും അതെന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇതിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അത് ജസ്റ്റ് ബാക്കോ തൊട്ടൊക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പ് എടുത്തൊക്കെ ചെയ്ത് അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയാൽ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് വന്നിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കേണ്ട. കാരണം ഉള്ളത് ഞാൻ ഗ്രൂപ്പിലിടും. എന്താ ചെയ്യുന്നതിൽ ഞാൻ 2-3 ദിവസം തിരക്കായതുകൊണ്ടാണ്. പിന്നെ നിങ്ങളിങ്ങനെ സാധനം എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കണം. പിന്നെ വിളിക്കാതെ പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ അറിയാം. ഒരാൾ എന്നോട് ചോദിക്കുക ഓർഡർ തീർന്നും ചെയ്ത് പിന്നെ ഇപ്പം നമ്മൾ വിട്ട മെസ്സേജും അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയണ്ട. പക്ഷേ നമ്മളെ അവസ്ഥ ഇതാണ്. പക്ഷേ നമുക്ക് സ്റ്റാഫിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നാലും അപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. വെറുതെ ഒരു നമ്പർ കിട്ടി കുറച്ച് ഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് എടുക്കുന്നവരാണെങ്കിലും ഓക്കെ, വേണമെന്നുള്ളവരാണെങ്കിലും ഓക്കെ. അവരോടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, വാങ്ങി കസ്റ്റമേഴ്സിനോടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. വെറുതെ നമ്മളോട് ഡൗട്ട് ക്ലിയർ ചെയ്യാനും റേറ്റ് ചോദിക്കാനും മാത്രമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. നമ്മൾ ഷോൾ മാക്സിൻ്റെ റെഗുലർ റേറ്റ് 550 രൂപ പ്ലസ് ഷിപ്പിംഗ് 50 രൂപ 600 വരുന്നത്. പിന്നെ നമ്മുടെ ടോപ്പൊക്കെ 150, 200, 250 രൂപയേ ഉള്ളൂ. നമ്മൾ മാക്സിയൊക്കെയാണ് റേറ്റ് കൂടുതൽ. അൽഫയിലാണ് ഞാൻ ചെയ്യുന്നത്, അധികം അൽഫൈൻ ക്ലോത്താണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ല റയോൺ കുറേ ഈ കിടക്കുന്നില്ലേ, ഈ കിടക്കണൊക്കെ റയോണിൽ. ഇതൊന്ന് പിടിക്കുക മോളെ, ഈ വീടൊന്ന് പിടിക്കുക. ഇതിലൊരു മോഡലൊന്ന് കാണിച്ചെടുക്കട്ടെ മച്ചി, വേഗം വാ. കണ്ടോ, ഇതല്ല ഞാൻ എന്നെ വിളിച്ചത്. ഞാൻ വിളിച്ചാൽ വീട് നിൽക്കറി. ഫോൺ പിടിക്കുക, ഫോണ് കുത്തി സ്റ്റാൻഡിലൊന്നും വെക്കണ്ട. ഞാൻ ജസ്റ്റ് ഇവർക്കൊന്ന് കാണിച്ചെടുക്കട്ടെ. അപ്പോൾ സിംഗിളായിട്ടുള്ള റയോൺ മാക്സൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് വേക്കോട്ട് നിൽക്ക്. പക്ഷെ എന്താ പറയുക, വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒഴിവ് തരണം നിങ്ങൾ. സാധനങ്ങളുണ്ട്, സാധനം ഇല്ലായിട്ടല്ല. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. ഇതൊക്കെ കുറച്ച് റേറ്റ് വരുന്ന ടൈപ്പാണ് മാക്സി ഉള്ളത്. ഇത് കണ്ടോ, ഇതൊക്കെ റയോണിൽ വരുന്നതാണ്.
ഇതിന് 550 രൂപയാണ് ഈ നെറ്റിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇതിന് ഷോൾ ഉണ്ടോ ചോദിക്കേണ്ട, ഷോളില്ല. പക്ഷേ ഇതിൻ്റെ ക്ലോത്തിൻ്റെ പവർ അമ്മാതിരി ക്ലോത്താണ്. ഇതിന് ഗ്ലേസിങ് ഒന്നും പോകില്ല, കാരണം കമ്പനി മാക്സിയാണ്. പിന്നെ ചില ഇത്താത്തമാർക്കൊക്കെ ഉണ്ട്, ചേച്ചിമാർക്കൊക്കെ ഉണ്ട് വസ്വാസുൽ ഖന്നാസ്, അതിൻ്റെ മോൾ അങ്ങനെ കേട്ടോ, അത് സോപ്പിട്ട് കുത്തി 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 അടിച്ച് അത് പറ്റൂല കേട്ടോ. പിന്നെ കുറച്ച് മടിച്ചിക്കോതകളും ഉണ്ട്, എന്ത് വേഗം വാഷിംഗ് മെഷീനിൽ എല്ലാത്തിൻ്റെയും കൂടെ അങ്ങോട്ട് സോപ്പ് പൊടിയിട്ട് കറക്കുക. അതൊന്നും ഇങ്ങനത്തെ മാക്സിയൊക്കെ പറ്റൂല. സോപ്പും പൊടി എന്ന് പറഞ്ഞ സംഭവം തന്നെ കംപ്ലൈൻ്റ് ആണ്. അത് കുറച്ചിടുക, സോപ്പും പൊടി ഇട്ട് വെച്ചാൽ തന്നെ ഡ്രസ്സുകൾ പോകും. ഇങ്ങനത്തെ ഡ്രസ്സുകൾ നമ്മൾ സോപ്പും കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരുതി മെല്ലെ ഒന്ന് കുത്തി വെറുതെ ഒന്ന് ഒലുമ്പിയിട്ട് തോരടണം, ആറിടണം. നമ്മളെ വയനാട് പറയും ആറിടുകയെന്ന്, ഇവിടുത്തെ നാട്ടിൽ പറയും തോരടുകയെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ കളച്ചാട്ടാ നാളെ ഞാൻ വീഡിയോ ചെയ്യാം. ഇത് കണ്ടോ, എനിക്കിങ്ങനെ വേണമെങ്കിൽ റഫ് വീഡിയോ അല്ലാതെ വേറെ ഒന്നും തരാൻ പറ്റില്ല. ഒക്കെ 550 രൂപേൻ്റെ ആണ്. സൈസ് വന്നിട്ട് XL ഇത് വന്നിട്ട് 2XL അപ്പോൾ ഇത് പൊട്ടിക്കുന്നില്ല. ഇത് 2 മണിക്ക് വന്നിട്ട് ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കാക്കൽ കഴിയണം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ഒരു റിപ്ലൈ തരണം. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെയൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. 500 രൂപ 550 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിലക്കുള്ള നെറ്റികളാണ്. ഇതൊക്കെ നല്ലൊരു മഞ്ഞാണ്. ഇത് വന്നിട്ട് 2XL 2XL അത്യാവശ്യം വീതി ഉണ്ടാവും കേട്ടോ. ഇതൊന്നും അതിൻ്റെ ഒരു ഗുമ്മ വീഡിയോ കാണുന്നില്ല. നല്ലൊരു മഞ്ഞാണ്. ഇതൊക്കെ നല്ല തുണി, അമ്മാതിരി നല്ല തുണി. അതുകൊണ്ടാണ് ആ 550 രൂപ റേറ്റൊക്കെ വരുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ്. വിചാരിച്ച പോലെ അങ്ങോട്ട് കാര്യങ്ങൾ പോയില്ല. 150 രൂപ ടോപ്പ് പറയാൻ വേണ്ടി വന്നാണ്. 200 രൂപ ടോപ്പും പിന്നെ നമ്മളെ പുതിയ 100ൻ്റെ 120 രൂപ, അതായത് 6 എടുത്താൽ 100 രൂപ അല്ലെങ്കിൽ 120 രൂപേൻ്റെ പേരിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നാണ്. പിന്നെ ഇപ്പോൾ എന്താ കളർ മിക്സ് ആക്കിയിട്ടൊക്കെ താത്ത വെച്ചോണ്ട് ആ കളറുണ്ടോ ഈ കളറിൻ്റെ അതിൽ പ്രിൻ്റ് ഉണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട, കാരണം അല്ലെങ്കിൽ തന്നെ ആൾക്കാർക്ക് അത് വേണം. അപ്പോൾ കിട്ടിയ അവസരത്തിൽ നിങ്ങൾ വിൽക്കുന്നവരൊക്കെയാണ് വാങ്ങിക്കോളി. തീരെ കളർ കാണിച്ചു തരില്ല എന്നല്ല, കുറേ ആൾക്കാർ വെറുതെ റിസ്ക് ആക്കി വരുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ബ്രാ പാൻറ്റി ഇതൊക്കെ കാണിച്ചു തന്നു. പിന്നെന്താ ഞാൻ പോവാണ് കേട്ടോ, എനിക്ക് വിഷമം വരും. അപ്പം ഞാൻ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ചും കൂടി പാർസൽ അയക്കാണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ അങ്ങോട്ട് കഴിയും. പിന്നെ അപ്പോൾ അത് അപ്പോഴത്തേക്ക് ഞാൻ വേറെ ലോഡ് എടുത്തു. ടോപ്പിൻ്റെത് കൺഫേം ഓർഡേഴ്സ് ആണെങ്കിൽ മാത്രം വന്നിട്ട് ഓർഡർ, പെൻഡിങ് വെക്കൂല. കാരണം പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ അബദ്ധം തന്നെയാണ്, അതുകൊണ്ട് പെൻഡിങ് വെക്കൂല. പിന്നെ ഈ നെറ്റിൻ്റെ മോഡൽ തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴാണ്. ഇതിൻ്റെ കൂടെ ഷോളുണ്ട്. ഇതിനും 550 രൂപ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. നമ്മൾ വാങ്ങുമ്പോൾ ആ ഒരു ഇതാണല്ലോ ഞാൻ പറയാം. ഇതും വന്നിട്ട് ഇങ്ങനത്തെ നെറ്റി, അതിൻ്റെ ഷോള്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ ചെയ്യുന്നത്. അറിയാത്തവരോട് വീണ്ടും പറയാണ്, സംസാരം ചുരുക്കാൻ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഇപ്പോൾ സംസാരം ചുരുക്കേണ്ടതെന്ന് പറയുന്നില്ല. പിന്നെ ഇപ്പോൾ എന്താ, അപ്പോൾ എന്നാൽ ബൈ, അസ്സലാമു അലൈക്കും. വൈൻഡപ്പ് വെച്ച